35 വയസ്സുള്ള ഒരു ടാക്സി ഡ്രൈവർ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഠിനമായി അധ്വാനം ചെയ്യുന്ന ഒരാൾ. ഒരു ദിവസം ചെറിയ ഒരു തലവേദന അനുഭവപ്പെട്ടു. അത് കാര്യമാക്കിയില്ല. അടുത്ത ദിവസം ബാത്റൂമിൽ തല ചുറ്റി വീണു. ഏറ്റവും അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പരിശോധനകൾക്ക് ശേഷം മനസ്സിലായത് മസ്തിഷ്ക രക്തസ്രാവം, അതായത് സെറിബ്രൽ ഹെമറേജ്. എത്രയും വേഗം സർജറി ചെയ്യണം. അങ്ങനെ കുടുംബവുമായൊക്കെ ആലോചിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സർജറി ചെയ്തു. ഇന്ന് അദ്ദേഹം ജീവനോടെയുണ്ട്. ഏകദേശം കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ സർജറിയുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ്. എന്ത് തന്നെയായാലും ആൾ ഇന്ന് ജീവനോടെയുണ്ട്. ചില തീരുമാനങ്ങൾ പെട്ടെന്നെടുത്തെങ്കിൽ മാത്രമേ ഒരു ജീവൻ പോലും രക്ഷിക്കാനാവൂ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായ 5 ലക്ഷം രൂപയുടെ മുഴുവൻ ചെലവും കമ്പനി തന്നെയാണ് അടച്ചു തീർത്തത്. ഇന്ന് പല ആളുകളും ആരോഗ്യ ഇൻഷുറൻസ് ഇന്ത്യയിലേത് മുഴുവൻ പറ്റിക്കലാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ മുഴുവൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ തന്നെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 90% ക്ലെയിം റിജക്ഷൻസും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ മറന്നുപോകുന്ന ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം പറയണ്ട എന്ന് വെക്കുന്ന ചില അസുഖങ്ങൾ, ഇതാണ് ഒട്ടുമിക്ക കേസുകളിലും റിജക്ഷന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു തരുന്ന ആളുടെ കയ്യിൽ നിന്ന് വേണം. അത് മാത്രമല്ല, ഒരു ക്ലെയിം ഉണ്ടായാൽ ആ ക്ലെയിമിന് നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളിന്റെ കയ്യിൽ നിന്ന് വേണം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും വിളിക്കാം എലിഫന്റ ഇൻഷുറൻസ്.